അതാ അങ്ങനെ മന്ദം മന്ദം വേദിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, നല്ല സ്റ്റൈലാണല്ലോ ഒന്ന്. പിന്നെ എന്തൊക്കെയാ വിശേഷം? ഞാൻ പുതിയ സ്കൂളിൽ ചേർന്നു. പഴയ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടോ? അല്ല, അവിടെ 7th വരെ ഉള്ളൂ. ഓ അങ്ങനെ. ഇപ്പൊ 8ലേക്കായോ? അണ്ണനെ 8ലായോ? വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. 7ാം ക്ലാസ് വരെ വേറെ സ്കൂളിലോട്ട് പോകുമ്പോ സങ്കടം ഉണ്ടോ? അവിടെ പഠിച്ചിട്ട് പഴയ കൂട്ടുകാരെല്ലാരും കൂടെ വരുമല്ലോ അല്ലേ? അല്ല, അവരും വേറെ സ്കൂളിൽ ചേരും. മോന്റെ ഫ്രണ്ട്സ് എത്ര പേരുണ്ട് പുതിയ സ്കൂളില്? നൈതികുണ്ട്, കൂടെ കുറച്ചു പേരുണ്ട് അപ്പോ അല്ലേ? അതൊരു ആശ്വാസം. എനിക്ക് 8ാം ക്ലാസ് പേടിയാണ്. എന്താ പേടി? നോട്ട് പാസ്. ഓൾ പാസ് ഇല്ല ഇപ്പൊ. പഠിച്ചാ മതി. നന്നായിട്ട് പഠിച്ചാ പിന്നെ പേടിക്കണ്ടല്ലോ. ജയിക്കാൻ പാടുന്നില്ല. അണ്ണൻ ബുദ്ധിമാനല്ലേ? ബ്രില്യന്റ്. അതെ, റെഡി അല്ലേ? ചൈത്ര നിലാവിന്റെ പാട്ട്. സിനിമ ഒരാൾ മാത്രം, വർഷം 1997, ലിറിക്സ് കൈതപ്രം സാറ്, മ്യൂസിക് ജോൺസൺ മാഷ്, പാടിയത് യേശുദാസ് സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചൈത്ര നിലാവിന്റെ പൊൻപീലിയാൽ മഴവിൽ നിറമേഴും ചാലിച്ച് ആത്മാനുരാഗത്തിരശീല നീർത്തി നിൻ രൂപമെന്നും വരയ്ക്കും ഞാൻ, വരയ്ക്കും ഞാൻ. ചൈത്ര നിലാവിന്റെ പൊൻപീലിയാൽ മഴവിൽ നിറമേഴും ചാലിച്ച് ആത്മാനുരാഗത്തിരശീല നീർത്തി നിൻ രൂപമെന്നും വരയ്ക്കും ഞാൻ, വരയ്ക്കും ഞാൻ. മിഴികളിൽ നീലാമ്പൽ വിടരും, കൂന്തലിൽ കാർമുകിൽ നിറമണിയും. മിഴികളിൽ നീലാമ്പൽ വിടരും, കൂന്തലിൽ കാർമുകിൽ നിറമണിയും. വസന്തം മേനിലടിമുടി തളിർക്കും കവിതയൻ മുന്നിൽ നീ തെളിയും, കവിതയൻ മുന്നിൽ നീ തെളിയും. ചൈത്ര നിലാവിന്റെ പൊൻപീലിയാൽ മഴവിൽ നിറമേഴും ചാലിച്ച് ആത്മാനുരാഗത്തിരശീല നീർത്തി നിൻ രൂപമെന്നും വരയ്ക്കും ഞാൻ, വരയ്ക്കും ഞാൻ. മൊഴികളിൽ അഭിലാഷമുണരും സ്വപ്നങ്ങൾ ഹംസമായി ദൂതു ചൊല്ലും. മൊഴികളിൽ അഭിലാഷമുണരും സ്വപ്നങ്ങൾ ഹംസമായി ദൂതു ചൊല്ലും. ആദ്യ സമാഗമ മധുരാനുഭൂതി അറിയാതെ നാം ഒന്നു ചേരും, അറിയാതെ നാം ഒന്നു ചേരും. ചൈത്ര നിലാവിന്റെ പൊൻപീലിയാൽ മഴവിൽ നിറമേഴും ചാലിച്ച്
ആഹാ അണ്ണ കലക്കി അണ്ണ. വെരി ഗുഡ് വെരി ഗുഡ്. Amazing. അപ്പോ അണ്ണന് ഇന്ന് നന്നായിട്ട് പാടി. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ അണ്ണന് തരുന്ന മാർക്ക് 99 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. നീ വെയിറ്റ്. അവിടെ നിൽക്കട്ടെ. അയ്യോ എന്റെ അമ്മേ ഇതാരത്? സ്പൈഡർമാന്റെ കുഞ്ഞാണോ ഇത്? എന്താ മനസ്സിലായില്ല എനിക്ക്. എടാ അണ്ണ, അയ്യോ നീ വരാനായിരുന്നു. മോളിന്ന് വിളിച്ച് നടക്കാലേ. കാര്യൊക്കെ മനസ്സിലായി എനിക്ക്. എന്താന്നറിയാം? എന്താ മതമെങ്കിലും മനസ്സിലായി. എന്താണ്? പിന്നെ എനിക്ക് മനസ്സിലായോ? ഇല്ല. രണ്ടുപേരും കൂടെ റിമിക്ക് വേണ്ടി വഴക്കൂടാനാണ് മനസ്സിലായി. വിഷ്ണു മാമ ഏ? ഫോട്ടോ ഇടും. മനസ്സിലായോ? എടാ അണ്ണ, ഇപ്പം കണ്ടോ നിന്റെ റിമിമോളൊക്കെ വെട്ടി ഇപ്പം സ്പൈഡർമാനും സ്പൈഡർ ബൂമണുമായി. സൈബർ സ്പൈഡർ വുമൻ അല്ലേ? പിന്നെ അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഷീൽഡ് ആരതാ? ക്യാപ്റ്റൻ അമേരിക്കയുടെ ആണോ? ക്യാപ്റ്റൻ അമേരിക്കയുടെ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇങ്ങനെ ഒരു പ്രൊഫൈലിൽ നിന്ന് ഒരു പയ്യനാണോ പെങ്കൊച്ചാണെന്ന് അറിയത്തില്ല. അവരുദ്ദേശിച്ചത് ഇതായിരുന്നു ആദ്യം. ഇതാണ് അവർ ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന്. ഈ പുള്ളിക്കാരിയാണോ പുള്ളിക്കാരനാണോ പറഞ്ഞു ഇത് വെച്ചതാ. പക്ഷെ അതും വിചാരിച്ചില്ല ഇത് ഇത്ര കേറി ലൈക്ക് കിട്ടുന്ന ഒരു ഫോട്ടോ ആയി മാറുമെന്ന്. അപ്പൊ ഇതിലെ ഈ ഷീൽഡ് എന്തോ എനിക്ക് ഇതിനെപ്പറ്റി അത്രയ്ക്ക് അറിയത്തില്ല. പക്ഷെ ഇത് ഇംഗ്ലീഷ് സിനിമ കറക്റ്റ് ആയിട്ട് കാണുന്നവർക്ക് ഇതിന്റെ ഓരോ ഇതുണ്ടല്ലോ. ക്യാപ്റ്റൻ അമേരിക്ക അത് ഇതായിരുന്നു ഉദ്ദേശിച്ച പുള്ളി. ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് ഭയങ്കര കൂട്ടൊന്നും വേണ്ട, ഈ സ്പൈഡർമാൻ ആയിട്ട് മതി. എനിക്ക് മതിടാ, എനിക്ക് നിങ്ങളൊക്കെ മതി. എനിക്ക് ഇത് എനിക്ക് വേണ്ട, ഇവരെ ആരും വേണ്ട. ഇതാരാ ഇത്? ഒന്ന് അങ്ങോട്ട് പോയി അതാണല്ലേ? ഓ ശരി. ആഹാ ദേ ശരിക്കും സ്പൈഡർമാൻ നടക്കണ പോലെ തന്നെ അല്ലേ? ദേ ചാടണ പോലെ അതുപോലെ തന്നെ. ദൈവമേ ഇപ്പൊ ഇങ്ങനെ ഒരു ക്ലാഷ് വന്ന സ്ഥിതിക്ക് നമുക്ക് ഇനി അണ്ണനെയാണോ അതോ സ്പൈഡർമാനെയാണോ കൂടുതൽ ഇഷ്ടം? നമ്മളൊരാളെ സ്നേഹിച്ച അയാൾ പിന്നെ ഇനിയിപ്പോ വേറെ എന്ത് സ്പൈഡർമാൻ വന്നാലും നമ്മൾ അങ്ങനെ മാറാൻ പറ്റില്ലല്ലോ. അപ്പൊ അണ്ണനോട് തന്നെ. അണ്ണൻ ഒരു ഫേവറേറ്റ് ആണ്. പക്ഷെ ആര്യൻ എന്റെ എല്ലാം എനിക്ക് നിങ്ങൾ രണ്ടുപേരും വേണം. അങ്ങനെ ശരിയാവില്ലല്ലോ. അതെങ്ങനെ ശരിയാവും? സൂര്യനും സ്വന്തം, ചന്ദ്രനും സ്വന്തം, ഒരാൾ അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക്. അതെന്താ? അത് ഒരാൾ മാറി നിന്നാ ഒരാളെ പറയും. അങ്ങനെയാ. അല്ലെ ചെവി പൊത്തി നിക്കണം, അപ്പം വേണേ പറയും. അത് ശരി. അങ്ങനെയല്ല അങ്ങനെയല്ല. അപ്പൊ ഈ ചെവി ആര് മൊത്തം? ശരി, ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ചോദിക്കട്ടെ. നിങ്ങൾ തന്നെ തീരുമാനിക്ക് എന്റെ ആൾ ആരാന്ന്. നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. ആരെയായിരിക്കും ഇവിടെ ഇടി നടക്കും. തമ്മിത്തല്ല. ആണോ? മതിയോ? ആര്യനെ ആക്കിയാ മതിയോ? മതിയോ? ഇഷ്ടല്ലേ? അപ്പൊ എനക്ക് ഇഷ്ടമല്ല അല്ലേ? ഇഷ്ടമില്ലാണ്ടല്ല. എന്തൊരു വിശാല മനസ്സാണ് പിന്നെ എന്താണ് അണ്ണന്റെ. പിന്നെ എന്താ അങ്ങനെ ഇഷ്ടമില്ലാച്ചല്ല? പിന്നെ ഒന്നും ശരിയാവില്ല അല്ലേ? ഒരു തർക്കം ഉണ്ടാണ്ട. സമാധാനപ്രിയ സമാധാനാണ് കൊച്ചു കേട്ടോ. അപ്പൊ എനിക്ക് നിന്നെ വേണോടാ. എനിക്ക് നിന്നെ മതിയെന്ന്. എനിക്ക് രണ്ടുപേരും വേണം. ആദ്യം പറഞ്ഞതാരാ? എനിക്ക് നിന്നെ. അപ്പൊ ഇങ്ങോട്ടാണല്ലോ പോയത്. എന്തായാലും രണ്ടുപേരെ ഇഷ്ടമാണ്. ഓക്കെ, ഒരു സ്പൈഡർമാൻ ആൻഡ് സ്പൈഡർ വുമൻ പൂക്കുറ്റി.